ഹായ് ഫ്രണ്ട്സ്, ഈ വർഷത്തെ ഞങ്ങളുടെ ഓണ സെലിബ്രേഷൻ ഒന്ന് കണ്ടാലോ? ഇത്തവണ തിരുവോണത്തിന് ചേട്ടൻ്റെ വീട്ടിലാണ്. ആദ്യമായിട്ടാണ് വീട്ടിലിങ്ങനെ അത്തപ്പൂക്കളൊക്കെ ഇടുന്നത്. ഈ വർഷം അതിനും ഒന്ന് അറിയാറൊക്കെ ആയതുകൊണ്ട് അത്തപ്പൂവൊക്കെ ഇടാം എന്ന് വിചാരിച്ച്. അങ്ങനെ രാത്രി തന്നെ ഞങ്ങൾ അവനെ ഉറക്കിയിട്ട് ഡിസൈനൊക്കെ വരച്ചിടുകയാണ്. ഡിസൈനൊക്കെ രാത്രി വരച്ചിട്ടിട്ട് രാവിലെ പൂ ഇടാമെന്നാണ്. പൂവൊന്നും പുറത്തുനിന്നൊന്നും വാങ്ങിയിട്ടില്ല, വീട്ടിലുള്ള പൂക്കളൊക്കെ വെച്ചാണ് പൂവിടാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഗൂഗിളിൽ നിന്ന് ഒരു ഡിസൈനൊക്കെ കണ്ടുപിടിച്ച്, നല്ല പെർഫെക്റ്റ് ഒന്നും ആയില്ലെങ്കിലും ഒരു ഡിസൈൻ അങ്ങ് തട്ടിക്കൂട്ടി വരച്ച്, എന്നിട്ട് ഏത് കളർ പൂ ഇടണമെന്നൊക്കെ ഡിസൈഡ് ചെയ്ത് അതൊക്കെ ഞാൻ എഴുതിയിടുകയാണ്. പക്ഷേ രാവിലെ എണീറ്റ് എന്നിട്ട് രാത്രി തന്നെ കുറച്ച് പൂവൊക്കെ ഞാൻ പറിച്ച് വെക്കുന്നുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ളത്. പക്ഷേ രാവിലെ എണീറ്റപ്പോൾ എല്ലാം ഫ്ലോപ്പായി, അത് വേറെ കാര്യം. അങ്ങനെ രാവിലെ എണീറ്റ് രാത്രി പറിച്ച് വെച്ച പൂവൊക്കെ എടുത്ത് പൂ ഇട്ട് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായി ഞങ്ങളുടെ കയ്യിലുള്ള പൂവുണ്ട്, ഈ ഡിസൈൻ പൂർത്തിയാക്കാൻ കഴിയില്ല. അങ്ങനെ ആദ്യം ആ ഡിസൈനിൽ തന്നെ പൂവൊക്കെ ഇട്ട് തുടങ്ങി. പിന്നെ ലാസ്റ്റ് ആയപ്പം ഞങ്ങൾ ഡിസൈൻ ചെറുതായിട്ട് അങ്ങ് മാറ്റി ഞങ്ങളുടെ കയ്യിലുള്ള പൂവൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് ഞങ്ങൾ വേറൊരു ഡിസൈനിൽ ഇടയ്ക്ക് വേറെ കളറൊക്കെ മിക്സ് ചെയ്ത് ഒരു അത്തപ്പൂ സെറ്റാക്കി. അങ്ങനെ ലാസ്റ്റ് സക്സസ് ആയി, വേറൊരു ഡിസൈൻ ആണെങ്കിലും. ഞങ്ങൾക്ക് അത്തപ്പൂവൊക്കെ ഇഷ്ടപ്പെട്ട് പിന്നെ ഞങ്ങൾ അയിനുവിനെ ഒരുക്കാനൊക്കെ ആയിട്ട് പോയി, സദ്യയൊക്കെ ഉണ്ടാക്കി വെച്ച്. അയിനിതാ കുളിച്ച് സുന്ദരനായിട്ട് വന്നിട്ടുണ്ട്. അവൻ്റെ ഓണക്കോടിയാണ്, പുതിയ ഷർട്ടൊക്കെ ഇട്ടിതാ വന്ന് നിന്ന് കളിക്കുകയാണ്. ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്യണതാണ്. പൂവാരി എറിയണമെന്നൊക്കെ അവനുണ്ട്. അങ്ങനെ താ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് അവന് ഉടനെ തന്നെ സദ്യ വേണമെന്ന് ഞാൻ നേരത്തെ സദ്യ അയച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ സദ്യയൊക്കെ ഒരുക്കി. സദ്യ എല്ലാ വർഷവും ഒരുക്കും, അതുപോലെ ഇത്തവണയും സദ്യ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ആദ്യം തന്നെ ഇഞ്ചിക്കറിയാണ് എടുക്കുന്നത്. അങ്ങനെ അവ എല്ലാ കറികളൊക്കെ കൂട്ടി സദ്യ കഴിക്കുകയൊന്നുമില്ല, ഇതിപ്പം ഞാൻ വാരി കൊടുക്കേണ്ടി വരും, എങ്കിലും അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി. അങ്ങനെ ഞങ്ങൾ ഓണം തീർന്നു.